ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഖത്തർ പ്രധാനമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 7 റൺസിന്. ഇന്ത്യൻ സംഘത്തിന് ആശംസകളുമായി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 111ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് ലഭ്യമാകും. പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാവുന്നതാണ്. ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഖത്തറിലേക്ക് തിരിക്കും. സന്ദർശന വേളയിൽ അദ്ദേഹം ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സുരക്ഷ, സാംസ്കാരികം തുടങ്ങിയവ ചർച്ചയാകും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. അടുത്തയാഴ്ച നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ജൂലൈ 3-4 തീയതികളിൽ കസക്കിസ്ഥാനിലെ അസ്താനയിലാണ് ഉച്ചകോടി നടക്കുകയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ൽ നിന്ന് സർവീസ് നടത്തേണ്ട വിമാനങ്ങൾ ടെർമിനൽ 2-ൽ നിന്നും 3-ൽ നിന്നും സർവീസ് നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. കനത്ത മഴയിൽ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര പരീക്ഷാ ഏജൻസിയായ NTAയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നിയമങ്ങളുണ്ടെന്നും നിലവിലെ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറിയതായും കേന്ദ്രമന്ത്രി ഹരിയാനയിൽ പറഞ്ഞു. പഞ്ച്കുളയിൽ നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. ഖാദി കരകൌശല വിദഗ്ധരെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ ശക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നടത്തുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ MSME സഹമന്ത്രി ശോഭ കരന്ദലജെ, KVIC ചെയർമാൻ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അസംഘടിത തൊഴിൽ മേഖലയിലുള്ള ബീഡി തൊഴിലാളികൾ, കൽക്കരിയിതര ഖനി തൊഴിലാളികൾ, സിനിമാ മേഖലയിലുള്ളവർ എന്നിവരെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംബന്ധിച്ച വിവരശേഖരണത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇവർക്കുള്ള തൊഴിലാളി ക്ഷേമ പദ്ധതികളുടെ നേട്ടങ്ങൾ തൊഴിൽ മന്ത്രാലയ സെക്രട്ടറി സുമിത ഡാവര ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ഈ പദ്ധതിയുടെ ഗുണങ്ങൾ വിലയിരുത്തിയ യോഗം തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള നടപടികൾ തുടരണമെന്നും അഭിപ്രായപ്പെട്ടു. പുകയില കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പുകയില കർഷകരുടെയും വ്യവസായികളുടെയും പ്രതിനിധികളെ ഹൈദരാബാദിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുകയില കർഷകർക്ക് നൽകുന്ന വായ്പാ ഇളവ് പ്രയോജനപ്പെടുത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നിയമനീതി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനം ഇന്ന് മുംബൈയിൽ നടക്കും. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇതോടനുബന്ധിച്ച് നടക്കും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലുമായി MP ഹംദുള്ള സെയ്ദ് കവരത്തിയിൽ കൂടിക്കാഴ്ച നടത്തി.
18ാം ലോക്സഭയിൽ ലക്ഷദ്വീപിന്റെ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി തലസ്ഥാന ദ്വീപായ കവരത്തി ഹെലിപ്പാഡിലെത്തിയ ഹംദുള്ള സെയ്ദിന് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. ലക്ഷദ്വീപിന്റെ വിവിധ ആവശ്യങ്ങൾ അഡ്മിനിസ്ട്രേറ്ററുമായി ചർച്ച ചെയ്തതായും ശാശ്വത പരിഹാരങ്ങൾക്ക് ശ്രമം ഉണ്ടാകുമെന്നും എംപി പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉടൻ ലക്ഷദ്വീപ് സന്ദർശിക്കുമെന്നും കോൺഗ്രസ് എംപി അറിയിച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസം പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മു എന്നിവിടങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്രയുടെ മധ്യമേഖല എന്നിവിടങ്ങളിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ട്വന്റി ലോകകപ്പ് കിരീടം നേടി ഇന്ത്യ. ഇന്നലെ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 2ാം T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 17 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. വീണ്ടും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ കടലിൽ ഇന്ത്യ അജയ്യരായി തിരിച്ചെത്തിയിരിക്കുന്നു. ഒറ്റക്കളിയും തോൽക്കാതെ കരീബിയൻ മണ്ണിൽ ട്വന്റി ലോകകപ്പിൽ കിരീടമണിയുമ്പോൾ ടീമെന്ന നിലയിൽ കളിയുടെ എല്ലാ തലങ്ങളിലും ഇന്ത്യൻ മികവ് പ്രകടം. ബാർബഡോസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ഉയർത്തിയ 177 എന്ന വിജയലക്ഷ്യം തൊടാനുള്ള ദക്ഷിണാഫ്രിക്കൻ പരിശ്രമങ്ങളെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ട വീര്യത്തോടെ നിഷ്ഫലമാക്കി രോഹിത്, ഗുരുനാഥ് ശർമ്മയും കൂട്ടരും പുതിയ ഇതിഹാസം സമ്മാനിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വിജയം തൊടാനൊരുങ്ങിയ ആഫ്രിക്കൻ സംഘത്തെ മികച്ച ബൌളിംഗിന്റെയും ഫീൽഡിംഗ് തന്ത്രങ്ങളുടെയും വ്യക്തിഗത മികവിന്റെയും ബലത്തിൽ ഇന്ത്യ പിടിച്ചു കെട്ടുകയായിരുന്നു. വിരാട് കോഹ്ലിയുടെയും അക്സർ പട്ടേലിന്റെയും മികവാർന്ന ബാറ്റിംഗും ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും കൃത്യതയാർന്ന ബൌളിംഗും മില്ലറെ പുറത്താക്കിയ സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ ക്യാച്ചും എല്ലാം ചേർന്ന് ശരിക്കും ഒരു കിടിലൻ ത്രില്ലറായിരുന്നു കലാശ പോരാട്ടം. ക്ലാസിന്റെ അർദ്ധ സെഞ്ചുറിയിലൂടെ ദക്ഷിണാഫ്രിക്കൻ വിജയദാഹം അലയടിച്ചുയർന്നെങ്കിലും കിരീട നേട്ടമെന്ന സ്വപ്നം ഒടുവിൽ കണ്ണീർ പുഴയ്ക്ക് വഴിമാറുകയായിരുന്നു. T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ ടീമിന്റെ വിജയം ഏറെ അഭിമാനം പകരുന്നതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ടീം ഇന്ത്യയുടെ അതിശയകരമായ പ്രകടനം അവരുടെ അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കിരീട നേട്ടം ഇന്ത്യയ്ക്കാകെ അഭിമാനമാണെന്നും ഓരോ ഇന്ത്യക്കാരനും ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ 2ാം T20 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം T20 മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. കോഹ്ലി വിജയത്തിന് തൊട്ടു പിന്നാലെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മത്സരത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയുമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇന്തോനേഷ്യയിൽ നടക്കുന്ന ഏഷ്യ ജൂനിയർ മിക്സ്ഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫിലിപ്പൈൻസിനെ 3-2 പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ആദ്യ ഗെയിമിൽ പരാജയപ്പെട്ടെങ്കിലും ഭാർഗവരാം അരിഗോല, വെന്നല കെ സഖ്യം ഫിലിപ്പൈൻസ് സഖ്യത്തിനെതിരെ വിജയം നേടുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഇന്തോനേഷ്യയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ മാളവിക ബൻസോദിന് തോൽവി. ജപ്പാൻ താരത്തോട് 21-16, 21-13 നേരിട്ടുള്ള സെറ്റുകൾക്കാണ് മാളവിക പരാജയപ്പെട്ടത്. നേരത്തെ സ്കോട്ട്ലൻഡ് താരത്തോട് വാശിയേറിയ 3 മത്സരങ്ങളിൽ വിജയിച്ചായിരുന്നു മാളവിക സെമിയിലെത്തിയത്. രാജ്യസഭാ എംപിയും ജനതാദൾ യുണൈറ്റഡ് നേതാവുമായ സഞ്ജയ് ഝായെ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. ഡൽഹിയിൽ ചേർന്ന പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും 2025 ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയായി. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഈ വർഷം നടക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU മത്സരിക്കുമെന്നും ശ്രീ ഝാ മാധ്യമങ്ങളോട് പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ജൂലൈ 12 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അദ്ദേഹത്തിന്റെ 3 ദിവസത്തെ CBI കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ ഖത്തർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഖത്തർ പ്രധാനമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. T20 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 7 റൺസിന്. ഇന്ത്യൻ സംഘത്തിന് ആശംസകളുമായി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.